ശബരിമല സ്വർണ്ണമോഷണ കേസിൽ അറസ്റ്റ് ചെയ്ത മുരാരി ബാബുവിനെ റിമാൻഡ് ചെയ്തു. 14 ദിവസത്തേക്കാണ് റിമാൻഡ്. അന്വേഷണ സംഘം കസ്റ്റഡിയിൽ അപേക്ഷ നൽകാത്തതിനാൽ മുരാരി ബാബുവിനെ ജയിലിലേക്ക് മാറ്റും. വിവരങ്ങളുമായി ഇപ്പോൾ സുജുട്ടി ബാബു ചേരും. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സഹായകമായി, തട്ടിപ്പിന് സഹായകമായി പല വിധത്തിലുള്ള നിലപാട് സ്വീകരിക്കുകയും അതനുസരിച്ച് സ്വർണ്ണപ്പാളികളെ ചെമ്പ് പാളി എന്ന് അടയാളപ്പെടുത്തിയത് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്ത ഉദ്യോഗസ്ഥനാണ് മുരാരി ബാബു. കോൺഗ്രസ് അനുകൂല സംഘടനാ നേതാവാണ്, NDC നേതാവാണ്. ആ മുരാരി ബാബു ഇന്നലെയാണ് അറസ്റ്റിലാകുന്നത്. ഇന്നലെ രാത്രി കസ്റ്റഡി എടുക്കുന്നു, ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. മറ്റ് വൈദ്യപരിശോധനകൾ, ചോദ്യം ചെയ്യൽ റാന്നി കോടതിയിൽ ഹാജരാക്കി ഇപ്പോൾ 14 ദിവസത്തെ റിമാൻഡിലേക്ക്. തീർച്ചയായിട്ടും അജിംഷാദ, മുരാരി ബാബു ജയിലിലേക്ക് പോകുകയാണ്. 14 ദിവസത്തേക്കാണ് റാന്നി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ പിന്നീട് ഈ കസ്റ്റഡി അപേക്ഷ നൽകുമെന്നും നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് പിന്നീട് കസ്റ്റഡി അപേക്ഷ നൽകും. ഒരു പക്ഷേ മുരാരി ബാബുവിനെ ഇന്ന് ഉറങ്ങുക കൊട്ടാരക്കര സബ് ജയിലിലേക്ക് മാറ്റും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ കോടതി നടപടികൾ പൂർത്തിയാക്കി ജഡ്ജി അരുൺകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ കോടതിക്ക് പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. ഉടൻ തന്നെ മുരാരി ബാബുവിനെ നമുക്ക് ഇപ്പോൾ കാണുന്ന ഈ സ്റ്റെപ്പുകൾ ഇറങ്ങി മുരാരി ബാബു വരുന്നത് കാണാൻ സാധിക്കും. ഈ സ്വർണ്ണമോഷണ കേസിലെ 2ാം പ്രതിയാണ്. ദാരുപാല ശില്പങ്ങളിലെ സ്വർണം മോഷ്ടിച്ചു എന്ന കുറ്റത്തിലാണ് ഇപ്പോൾ മുരാരി ബാബു മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, മുൻ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന നിലകളിൽ ശബരിമലയിൽ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തി ഇപ്പോൾ അറസ്റ്റിലായി പോലീസ് അഴിക്കുള്ളിലേക്ക് കടന്നു പോകുന്നത്. ഈ കേസിൽ പ്രധാനമായി 2019 ഈ ദാരുപാല ശില്പങ്ങളിലെ സ്വർണം പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്മാർട്ട് ക്രിയേഷനിലേക്ക് ഇത് അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോകുമ്പോൾ അത് ചെമ്പ് എന്ന മഹസറി രേഖപ്പെടുത്തിയത് മുരാരി ബാബുവാണ്. ഇത് വ്യക്തമായ ഗൂഢാലോചനയുടെ ഭാഗമായാണ് ഇത്തരം നടപടി നടത്തിയെന്നുള്ള വിവരങ്ങളാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് മുരാരി ബാബുവിനെ 2ാം പ്രതിയായി ഈ കേസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2024 2025 സമാനമായ കുറ്റം മുരാരി ബാബു ആവർത്തിച്ചതായും കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് മുരാരി ബാബുവിനെതിരെ അന്വേഷണ സംഘം ശക്തമായ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് രാത്രി 10 മണിയോടെയാണ് മുരാരി ബാബുവിനെ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ എടുക്കുന്നത്. പിന്നീട് ഇന്ന് രാവിലെ 9:30 അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. ഏതാണ്ട് വൈകിട്ട് 6 മണിക്ക് ശേഷമാണ് റാന്നി കോടതിയിൽ ഹാജരാക്കുന്നത്. പ്രതിഭാവം അഡ്വക്കേറ്റ് സജീം, പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് സുനിൽകുമാർ ഉൾപ്പെടെയുള്ളവരാണ്, അഡ്വക്കേറ്റ് അനിൽകുമാറാണ് ഹാജരായത്. കോടതി അടച്ചിട്ട കോടതി മുറിയിലായിരുന്ന നടപടിക്രമങ്ങൾ നടന്നത്. സ്വാഭാവികമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും അത്തരത്തിൽ തന്നെയായിരുന്നു അടച്ചിട്ട കോടതി മുറിയിൽ വെച്ചായിരുന്നു കോടതി നടപടികൾ പൂർത്തിയാക്കിയത്. ഇന്ന് വേഗത്തിൽ തന്നെ അതിൻ്റെ അരമണിക്കൂറോളം നീണ്ടു നിന്നെങ്കിൽ അത്രയധികം സമയം എടുത്തിരുന്നില്ല. ഇന്ന് മുരാരി ബാബുവിൻ്റെ റിമാൻഡിലേക്കുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ അഭിഭാഷകനുമായി സംസാരിക്കുകയാകാൻ സാധ്യതയുണ്ട്. അക്കാര്യത്തിൽ നമുക്ക് വിവരം ലഭ്യമല്ല. എന്തായാലും മുരാരി ബാബുവിനെ ഉടൻ തന്നെ കോടതിയിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കുകയും പിന്നീട് സബ് ജയിലിലേക്ക് മാറ്റുകയും ചെയ്യും. കൊട്ടാരക്കര സബ് ജയിലാകാനാണ് സാധ്യത എന്നാണ് മനസ്സിലാക്കുന്നത്. അജിംഷാദ്, തീർച്ചയായും അതായത് അയ്യൻ്റെ സ്വർണം കെട്ടവരെയൊക്കെ അഴിക്കുള്ളിലാക്കും, അവിടെ നിന്ന് പോയ സ്വർണമെല്ലാം തിരിച്ചെടുക്കും. ഇതായിരുന്നു ദേവസ്വം ബോർഡിൻ്റെ വാഗ്ദാനം, സർക്കാരിൻ്റെ വാഗ്ദാനം. അതിലേക്കാണ് കാര്യങ്ങൾ നടന്നിരിക്കുന്നത്. ദേവസ്വം ബോർഡ് വിജിലൻസ് കണ്ടെത്തിയ നടപടികൾ. ഇതാ മുരാരി ബാബു, റിമാൻഡിലായ മുരാരി ബാബു ഇതാ സ്റ്റെപ്പ് ഇറങ്ങി വരികയാണ് റാന്നി കോടതിയിൽ നിന്നും. അല്ലേ സുജുട്ടി ബാബു? ഒരു പക്ഷേ അദ്ദേഹം മാധ്യമങ്ങളോട് എന്തെങ്കിലും പറഞ്ഞേക്കാം. ഭരണസമിതിക്ക് ഏതെങ്കിലും പങ്കുണ്ടോ? 2019 ദേവസ്വം ബോർഡ് ഭരണസമിതിക്ക് വല്ല പങ്കുണ്ടോ? മുരാരി ബാബുവിന്റെ നിരവധി ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ നടപടികൾ പൂർത്തിയാക്കി മുരാരി ബാബു തീർച്ചയായിട്ടും അത്തരം ചോദ്യങ്ങൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം കുറ്റവാളികളല്ല എന്ന തരത്തിൽ അവർക്ക് ഉത്തരം ലഭിക്കുന്നുണ്ടോ? അതായത് താൻ കുറ്റവാളിയല്ല എന്നല്ലേ കുടുക്കിയതാണ് എന്നുള്ള മറുപടി വന്നാൽ അത്തരം ചോദ്യങ്ങൾ തന്നെയാണ് തീർച്ചയായിട്ടും ചോദിച്ചത്. എന്തായാലും മുരാരി ബാബു ഒരു ചോദ്യത്തിനും മറുപടി നൽകാൻ തയ്യാറായിരുന്നില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കോടതി നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ട് മുരാരി ബാബുവിനെ പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. കൊട്ടാരക്കര സബ് ജയിലിലേക്കാകാൻ തന്നെയാണ് സാധ്യത.